Padipalli is one of the Western Ghat hill locations where the tribal Kolumban, who assisted in finding the site for Idukki Dam, used to roam around. Only tribals live in 5 cluster hamlets of this area. The Adivasis and their elders here are willing and happy to share their ancient wisdom. They are capable of passing on traditional wisdom to their children and the society. They aim to raise their children to the best standards while maintaining their tribal identity, and they are helping schools strive to do this. ചേട്ടാ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഭംഗിയായിട്ടുള്ള കല്ലുകൾ? നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും ഇവ കാണുന്നില്ലല്ലോ. വീടിന്റെ പരിസരത്ത് ഇല്ല. നമ്മുടെ ഈ സ്ഥലത്ത് മാത്രമേ ഈ ഭംഗിയുള്ള കല്ല് ഉള്ളൂ. അല്ല അടുത്ത മുട്ടൽ അവിടെ കുന്നുകളിലൊന്നും ഈ കല്ല് കാണാൻ സാധ്യതയില്ല. ഈ ഭാഗത്ത് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഈ കുന്നിന്റെ പേര് എന്താണെന്ന് അറിയാമോ? വെള്ളാരം കുന്നാണ്. മക്കളെ, ഇത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം കൂടിയാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരകൾ. കുട്ടികളെ, ഇതാണ് ഇടുക്കി ഡാം കാണുന്നത്. ചേട്ടാ, ഇടുക്കി ഡാമിലേക്ക് ഏതെങ്കിലും വഴി വെള്ളം എത്തിക്കുന്നുണ്ടോ? ഉണ്ട്. ഇരുകൂട്ടി ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം ശേഖരിച്ച് ഇടുക്കി ഡാമിലോട്ട് എത്തിക്കുന്നുണ്ട്. മക്കളെ, താഴേക്ക് നോക്കിക്കേ. ഇലപൊഴിയും കാടുകൾ കാണുന്നില്ലേ? നമ്മളിവിടെ വന്നിട്ട് കുറ്റിച്ചെടികളെ പരിചയപ്പെട്ടു, നിരവധി പുല്ലുകളെ പരിചയപ്പെട്ടു അല്ലേ? നമുക്കിനി ഔഷധ സസ്യങ്ങളെ പരിചയപ്പെട്ടാലോ? ഇതിൻ്റെ പേരെന്നാണെന്നറിയാവോ? ആനച്ചുവടൻ പൈൽസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കച്ചുക്കെന്ന് പറയും. നമ്മളുടെ ഇത്തരം പുൽമേടുകളിൽ മാത്രമേ ഇത് കാണാറുള്ളൂ. അപൂർവമായിട്ടുള്ളൊരു സസ്യമാണ് ഇത്. ഗ്യാസ് ട്രബിളിനും അതുപോലെ തന്നെ വയറ്റിലെ പുണ്ണ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. The government tribal UP school serves the students of Padipalli, a tribal settlement 4 kilometers from Moolamattam, home to India's largest underground power station. സ്കൂളിൻ്റെ വൈസ് പ്രസിഡന്റ് ജിയേഷിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അച്ഛൻ, SMC ചെയർമാൻ, സീനിയർ സ്റ്റാഫ്, മീഡിയ ടീച്ചർ, അധ്യാപകർ, രക്ഷകർത്താക്കളെ, അപ്പോൾ സ്കൂൾ ലീഡർ. നമ്മുടെ ഫീൽഡ് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠന പ്രവർത്തനവുമായിട്ട് ഉള്ള ഫീൽഡ് ട്രിപ്പായിരുന്നു നമ്മുടെ. കാരണം 3ാം ക്ലാസ്സിലെ യൂണിറ്റ് മണ്ണിലൂടെ നടക്കാവുന്നു ഉദാഹരണമായിട്ട്. പിന്നെ 5ാം ക്ലാസ്സിലെ മലനാട്, ഇടനാട്, നീർത്തട പ്രദേശങ്ങൾ അങ്ങനെയുള്ളൊരു അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളും കൂടെ സമന്വയമായിട്ടൊരു ഫീൽഡ് ട്രിപ്പായിരുന്നു നമ്മൾ. അതിൻ്റെ സഹ്യ പർവ്വത സാനുക്കളായ പശ്ചിമഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ വാഗമൺ മലനിരകൾ, നമ്മുടെ രാഘവൻ്റെയൊക്കെ തൊട്ടയലോകത്തെ മേമുട്ടം വെള്ളാറംകുന്നാണ് നമ്മൾ പോയിരുന്നത്. അവിടെ കണ്ട കാഴ്ചകളും തൊട്ടറിഞ്ഞുള്ള പിള്ളേരുടെ അനുഭവങ്ങളൊക്കെ സംശീകരിച്ച് ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ ഒരു 1.5 ഏക്കറുള്ള സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ മാറ്റിവെച്ചാൽ 1 ഏക്കറുള്ള സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു ജൈവവൈവിധ്യ ഉദ്യാനം നമുക്ക് നിർമ്മിച്ചാൽ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. കൂടാതെ അധ്യാപക രക്ഷകർത്താക്കളുടെ കുട്ടികളുടെയും കൂടെയുള്ളൊരു സമന്വയ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാണുന്നു. അത് എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ഇനിയുള്ളൊരു ചെറിയ ചെറിയ കാൽവെപ്പായിട്ട് അത് എല്ലാ വിദ്യാലയങ്ങളും സ്വാംശീകരിക്കണമെന്നും അഭിപ്രായപ്പെടും. അത് ശരിയാണ്. നമുക്ക് അത്തരം ഒരു ഉദ്യാനം സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ടീച്ചർ, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ടീച്ചർ, അതൊരു നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളൊരു അറിവ്. കുട്ടികളെ, ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി എങ്ങനെയാണ് മുളയ്ക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി എങ്ങനെ മുളപ്പിക്കാം? പതിവെക്കലും കൊമ്പൊട്ടിക്കലും നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പതിവെക്കൽ നമ്മുടെ രക്ഷകർത്താവും കർഷകനുമായ ബിജു മാമനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ? ഇത് എന്നാ ഇങ്ങനെ വട്ടം കണ്ടിക്കണം കേട്ടോ. മൊത്തം മുറിച്ച് കളയരുത്. പതിയെ ഇങ്ങനെ കളഞ്ഞതിൻ്റെ തോലി എടുത്ത് കളയാനുള്ള. എന്നിട്ട് പതിയെ എൻ്റെ തോലി ഇങ്ങനെ എടുത്തേ. ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇതന്നെ ഈ മണ്ണെടുത്തിട്ട് കൊഞ്ഞി ഇട്ടാൽ ഇതിങ്ങനെ വെച്ചിട്ട് പൊത്തിപ്പിടിച്ചാൽ മതി. ആദ്യം അടി കെട്ടണം കേട്ടോ. കെട്ടിക്കോ. ആദ്യം അടി കെട്ടിയില്ലെങ്ങനെ അറിയോ, മണ്ണും എല്ലാം തവിട്ട് പോകും. ആദ്യം അടിയിലെ കെട്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേര് മുളച്ച് വരുന്ന കാണാം. അങ്ങനെ വേര് മുളച്ച് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഈ വി ആകൃതിയിലാണ് കട്ട് ചെയ്യേണ്ടത് സാധനം. ഇവിടെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ചേർക്കണം. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം ഇത് ഒരു മാസം കഴിയുമ്പം ഇതിൽ വേര് വരും. അപ്പം നമുക്കിങ്ങനെ ചെടി ചേർക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന മാതൃചെടിയുടെ തന്നെ ഗുണം ഈ ചെടിക്ക് കിട്ടും. ഓക്കെ മക്കളെ, നിങ്ങളുടെ അച്ഛന്മാർ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 3ാം ക്ലാസ്സിലെ
മണ്ണിലൂടെ നടക്കാമെന്ന പാഠഭാഗത്തിലെ ആശയങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഞങ്ങളുടെ രക്ഷിതാക്കൾ തയ്യാറാക്കി നൽകിയിരിക്കുന്ന മണ്ണ് സംരക്ഷണ പ്രവർത്തനമാണ് കയർഭൂവസ്ത്രം വിരിക്കൽ. To ensure the ideas in the lesson and to make learning environment friendly and life-oriented, the school campus is led by the parents as an open textbook, bamboo grove, fruit tree garden, fish pond, garden, vegetable garden. These are fine examples of how the school has become an open textbook. മക്കളെ, നമ്മുടെ ചുറ്റുപാട് ധാരാളം മരങ്ങളുണ്ടല്ലേ? ഇപ്പൊ ടീച്ചർ ഇന്നൊരു മരത്തിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് പേരാണ്? അങ്ങനെ ഈ പുല്ലിന്റെ പേരെന്താണ്? ഇത് നാരുവേര് പടലം, ഇത് തായ്വേര് പടലം അല്ലേ? അപ്പോൾ നമ്മൾ ഇത് മുളയല്ലേ ഇത്? അപ്പൊ ഈ മുളയുടെ പേരെന്താണെന്ന് പറയാവോ? നാരുവേര് പടലം. മോൻ പറയാവോ ഈ തായ്വേരിന്റെ പ്രത്യേകത എന്താന്ന്? ഇങ്ങനെ എന്ത് വരുന്ന പറയാവോ? കാണ്ഡത്തിൽ നിന്ന് ചുവട്ടിലേക്ക് ഒരു നീണ്ട വേര് വളരുന്നു. അതിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ മുളച്ചു വരുന്നതാണ് തായ്വേര് പടലം. മിടുക്കൻ. അങ്ങനെ ഇതോ നാരുവേര് പടലത്തിന്റെ പ്രത്യേകത? കാണ്ഡത്തിൽ നിന്ന് ചുവട്ടിലേക്ക് കുറെ വേരുകൾ വളരുന്നു, അതാണ് നാരുവേര് പടലം. ഓക്കെ ടീച്ചറെ, ഇന്ന് നമ്മുടെ ചെമ്പരത്തിയിൽ എത്ര പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്? ഏതൊക്കെ നിറങ്ങളാണുള്ളത്? മഞ്ഞ, റോസ്, ചുവപ്പ്. പൂവിനെ നിരീക്ഷിച്ച് അതിന്റെ ഇതളുകളുടെ എണ്ണം പറയാവോ? ഇതിൽ 5 ഇതളുകൾ. ഇതിൽ 5-ൽ കൂടുതലുണ്ടല്ലോ. ഈ ഇലകളുടെ ശിരാവിന്യാസം അറിയുവോ? സമാന്തര ശിരാവിന്യാസം. ഈ ഇലയുടെയോ? മക്കളെ, അടിസ്ഥാന ശാസ്ത്രത്തിലെ കായിക പ്രചരണം എന്ന പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാഠം വിനിമയം ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ചെടികൾ നട്ടിരുന്നില്ലേ? അവ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? കരിവേപ്പില, ചെമ്പരത്തി, മാവ്. കുട്ടികളെ, നമ്മൾ കുറെ ചെടികളെ കൂടെ ഉദ്യാനത്തിൽ പരിചയപ്പെട്ടില്ലേ? ഓർത്ത് നോക്കിക്കേ. പ്ലാവ്, കശുവണ്ടി. ഒരു ചെടിയെ പറയാൻ വിട്ടുപോയല്ലോ. ഇലമുളച്ചിയെ പറയാൻ മറന്നുപോയോ? മറന്നുപോയതല്ല, പെട്ടെന്ന് ചോദിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയില്ല. നിന്റെ അമ്മ വരുന്നു. എല്ലാരും കൂടി രാവിലെ എന്താ ഉദ്യാനത്തിൽ? എല്ലാ ദിവസവും ഞങ്ങൾ ചെടികളെ പരിചരിക്കാറുണ്ട്. ടീച്ചറെ, എന്താ ഈ ചെടി കരിഞ്ഞു നിൽക്കുന്നേ? വെള്ളത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വളരെ സജീവമായ ചർച്ചയിലൂടെ കുട്ടികളുടെ പാഠ്യഭാഗ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു തുറന്ന പാഠപുസ്തകമാണ് നമ്മളുടെ ജൈവവൈവിധ്യ പാർക്ക്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡും അറക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് നൽകിയ ഫണ്ടും രക്ഷിതാക്കളുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും പിന്തുണയോടുകൂടി നമ്മളുടെ ജൈവവൈവിധ്യ പാർക്ക് രൂപീകൃതമായിട്ടുണ്ട്. ഏതാണ്ട് 400-ൽ പരം ഔഷധ സസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ജൈവവൈവിധ്യ പാർക്ക് അത് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും ജൈവവൈവിധ്യ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാലയം പ്രകൃതി സൗന്ദര്യത്തെ മാതൃകയാക്കി മാറ്റിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം അതിൻ്റെ നേട്ടം നമ്മുടെ കുട്ടികളിൽ പ്രകടമാണ്. അവരുടെയും സഹകരണം, അതുപോലെ രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ ഒരു സഹകരണം കൊണ്ടാണ് നമ്മൾക്ക് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം ഇത്രയും മനോഹരമാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകമായ ഒരു മികവാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു. 2022-23 വർഷത്തിൽ നമുക്ക് ലഭിച്ച കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ അവാർഡ് UP സ്കൂളിനെ സംബന്ധിച്ച് വളരെ മികച്ചതാണ്. ഇടുക്കി ജില്ലയിലും അത് കേരളത്തിലും നമുക്ക് ഒന്നാമതെത്തുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ നേടിത്തന്ന രക്ഷിതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുകയും അതോടൊപ്പം അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇവിടെ ജൈവവൈവിധ്യ പാർക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പാഠഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിനെ തൊട്ടറിഞ്ഞ് പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ ജൈവവൈവിധ്യ പാർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കാട്ടിലൂടെ നടന്ന് വളരെ ശ്രമകരമായി പഠിച്ചെടുത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഈ സ്കൂൾ അങ്കണത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.